വൺ. ഇന്നത്തെ നമ്മളുടെ കുട്ടി വീഡിയോ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റിനെ കാണാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ദേ ഈ കോളറില്ലാതെ ഓടിപ്പോകുന്നത് നമ്മുടെ ലോക്കിയാണ്. അവൻ ഫുഡ് തേടി പോകുന്ന പോക്കാണ്. അപ്പം ഏതാണ്ട് ഒരു മാസം മുമ്പ് കൊല്ലത്ത് നമ്മുടെ വീട്ടിനടുത്ത് ഒരു മിനിയേച്ചർ പോമറേനിയനെ ആരോ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലോ അതോ ഇവിടുന്ന് വന്ന രീതിയിലോ കണ്ടെത്തപ്പെട്ടു. ദേ ഇവളാണ് അവൾ, കൺമണി. അച്ഛനും ഒരു നെയ്ബർ അങ്കിളും കൂടി ഇവളെ റെസ്ക്യൂ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീനാക്കി ഇവൾക്ക് വാക്സിനേഷൻ എടുത്തു, പിന്നെ ടിക്കും ചെയ്തു. പിന്നെ നമ്മൾ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഇവൾ ഓണറിനെ അന്വേഷിച്ചു, കുറേ പോസ്റ്റ് ഇട്ടു, കുറേ സോഴ്സസ് കൂടിയൊക്കെ നമ്മൾ അന്വേഷിച്ചു. ബട്ട് ആരും ഇവളെ തിരക്കി വന്നിട്ടില്ല. നമ്മുടെ ഡോക്ടർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഒരു 3-4 വട്ടം ഇവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. മേ ബി ബ്രീഡിങ്ങിനൊക്കെ വേണ്ടി ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കാം, അറിയില്ല. പക്ഷേ ഇവളെ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇവൾ ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റായിട്ട് വന്നതാണ്, പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു പാർട്ടാണ്. അതായത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും അനിയനും എല്ലാം ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞങ്ങളുടെ വീട്ടിലൊരു ഇന്ത്യൻ സ്പിറ്റ്സ് ഉണ്ട്, പോംബി. അവനും ഇവളും അത്ര നല്ല ടേംസിലൊന്നും അല്ല. അവനിപ്പോഴും സിഗ്മയിൽ കളിച്ച് നടക്കുവാണ്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പെറ്റിന് വേണമെന്ന് തോന്നിയാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിന് പുറപ്പെടാവുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഇതിനെ കൊണ്ട് ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ എൻ്റെ പൂള പൊഴിയുമ്പോൾ കൊണ്ട് കളയുകയും എടുക്കുകയും ഒന്നും ചെയ്യരുത്. ആൻഡ് ഇവനും ഇവളും ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ക്യാറ്റാണ്, കുട്ടു. ഇവനും ഇവളും ഭയങ്കര കമ്പനിയാണ്. അവരുടെ വേ ഓഫ് ലവ് ലാംഗ്വേജ് ഇതാണ്. സോ കമ്മിങ് ബാക്ക് ടു പോയിന്റ്, ഒരിക്കലും നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിനോ നീഡ്സിനോ വേണ്ടിയിട്ട് പെറ്റ്സിനെ വളർത്തരുത്. ബിക്കോസ് എക്സൈറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും അതിനെ കൊണ്ട് കളയും. സോ പ്ലീസ് കൺസിഡർ ദാറ്റ് ദേ ആർ ഓൾസോ ഹാവിങ് ഇമോഷൻസ് ലൈക്ക് വി ഹ്യൂമൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.